ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആണല്ലോ. ഇന്ന് നമുക്കൊരു ചക്ക വറുത്തത് ഉണ്ടാക്കിയാലോ. 5 വർഷം മുമ്പ് വീടിൻ്റെ മുറ്റത്ത് വെച്ചൊരു ബെഡിൻ്റെ പ്ലാവും തൈയാണ്. അതിൽ 3-ാം വർഷം കഴിഞ്ഞപ്പം ചക്കയുണ്ടായി. പക്ഷേ ഒരു ഉപയോഗം ഉണ്ടായില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ചക്കച്ചുളയില്ലായിരുന്നു. ചക്ക വലിയ ചക്കയൊക്കെ ആയിരുന്നു, അതിൻ്റെ അകത്ത് ചകിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4-ാം വർഷമാണെങ്കിലും അതിൻ്റെ അകത്ത് അവിടെ ഇവിടെ ആക്കിയിട്ട് ഓരോ ചുളകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും 5-ാം വർഷം ചക്ക വറക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് ചുളകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെടുത്ത് വേവിക്കാൻ വെച്ചു, ഒരു ചെറിയ തുണ്ടെടുത്ത് പഴുപ്പിക്കാനും വെച്ചു. എന്തായാലും ചക്ക വറക്കാനായിട്ട് ചക്കയെല്ലാം വെട്ടി ഇരിഞ്ഞ് മുറത്തിൻ്റെ അകത്ത് ഇട്ടു. നല്ല കട്ടിയുള്ള ചുളയാണ്, നല്ല ചക്കയാണ്. വേവിച്ചാലും നല്ല ടേസ്റ്റുള്ള ചുളയാണ്. എല്ലാവരും പറയും ബഡിൻ്റെ പ്ലാവിൻ്റെ ചക്കയ്ക്ക് ടേസ്റ്റ് ഇല്ലാന്ന്. പക്ഷേ ഈ ചുള നല്ല ചുളയാണ്, നല്ല ടേസ്റ്റൊക്കെ ഉള്ള ചുള, നല്ല കട്ടിയുള്ള ചുളയാണ്. പക്ഷേ ഈ ചക്കയാണെങ്കിൽ വറുക്കാൻ അത്ര കൊള്ളത്തില്ല. അതിന് വെച്ചാൽ കട്ടി കൂടുതലായതുകൊണ്ട് എന്തായാലും വേണ്ടില്ല. ഈ വർഷം ആദ്യമായിട്ട് ഇടുന്ന ചക്കയാണ്. എന്തായാലും വറക്കാമെന്ന് തീരുമാനിച്ചു. അതിന് വേണ്ടി ചക്കയെല്ലാം വെട്ടി മുറത്തിലാക്കി. നല്ല ചക്കമുളഞ്ചീനും ഉണ്ട്. എന്നാലും ചക്ക വറക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഞങ്ങൾ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ചക്ക വറക്കാൻ വേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ചക്ക വറക്കാനുള്ള. എന്തായാലും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായി വന്ന വെളിച്ചെണ്ണ ചൂടായി എന്നറിയാൻ ഒരു ചക്കച്ചുള ഇട്ട് നോക്കി. എന്തായാലും ചൂടായിട്ടുണ്ട്. നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ചക്ക അരിഞ്ഞത് വാരിയിട്ട് എന്തായാലും മൂത്ത് വരുന്നുണ്ട്. അതിന് അടിയിൽ പിടിക്കാതിരിക്കാൻ, കരിഞ്ഞു പോകാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടു. അത് കഴിഞ്ഞ് മൂക്കാറാകുമ്പോഴത്തേനും അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു കേട്ടോ. ഉപ്പിൻ്റെ നീരാണ് ഒഴിച്ചത്. അന്നേരം അത് നമ്മൾ വാങ്ങുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർന്ന് കിട്ടും. എന്തായാലും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരു ചെറിയ ചുമപ്പ് നിറം വന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങാറായിട്ടുണ്ട്. എന്തായാലും മൂത്ത ചക്കച്ചുള നമ്മൾ വാങ്ങി വെച്ചിട്ട് അടുത്ത സെക്ഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് 2-3 പ്രാവശ്യമായിട്ടത് വറുത്ത് തീർന്നിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലേക്ക് വെച്ചു വാങ്ങി വെച്ചിട്ടുണ്ട്. ബൈ ബൈ.